ശരി, റോഷിപാൽ ചേരുകയാണ്. റോഷിപാൽ, കൃത്യമായി അറബിക്കടലിൽ എറിയുമെന്ന് പറയുന്നില്ല, തള്ളുന്നുമില്ല KM ഷാജി. ഇത് തന്നെയാണ് CPM നേതാക്കൾ ചോദ്യം ചെയ്തതും. ഏതായാലും UDF ഒരു അസാധാരണ പ്രതിസന്ധി എന്ന് തന്നെ പറയണം. വിനിത, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF-നകത്ത് ഭിന്നാഭിപ്രായം അത് പരസ്യമാവുകയാണ്. കാരണം ഇന്നലെ ചേർന്ന UDF യോഗം സർക്കാരിന് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പച്ചക്കൊടി കാണിച്ചതാണ്. ഈ കാര്യം UDF കൺവീനർ കൂടി അടൂർ പ്രകാശ് KPCC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, വ്യവസായ മന്ത്രി കൂടിയായ കുഞ്ഞാലിക്കുട്ടി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അങ്ങനെയല്ല, PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല, അങ്ങനെ ചർച്ച നടന്നില്ല എന്നൊക്കെ വിശദീകരിച്ചതോടെ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം വീണ്ടും പ്രതിസന്ധിയിലായി. അങ്ങനെ അടൂർ പ്രകാശും മലക്കം മറഞ്ഞു. നേരത്തെ ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ ഇപ്പോൾ KM ഷാജിയും വ്യത്യസ്തമായ അഭിപ്രായം ഉയർത്തുന്നു. ഈ കാര്യത്തിൽ ഒരു നിലപാട് പറയാൻ UDF നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി ഉപസമിതിയെ നിശ്ചയിക്കുന്ന കാര്യം പറയുമ്പോൾ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന്. അന്ന് LDF സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ചു എന്നതാണ് കാരണം. പറയുമ്പോൾ തന്നെ ഈ PM ശ്രീ പദ്ധതി പിന്മാറുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം നഷ്ടമാകുമെന്ന ആശങ്ക കൂടി UDF-നുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ UDF യോഗത്തിൽ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് UDF നേതൃത്വം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF സർക്കാരിന് അനുവാദം നൽകിയത്. നമുക്ക് വിശദമായി തന്നെ വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ട്. ഏതായാലും UDF നേതൃത്വം ആകെ വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ്. തുടർ പ്രതികരണങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു.